ആ 2.5 വർഷം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒത്തിരി സന്തോഷമുണ്ട്. പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിലും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് ആ 2.5 വർഷം സഹായകമായി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മന്ത്രിയാകുക എന്നുള്ളതൊന്നുമല്ല ഒരാളുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റായിട്ട് ലക്ഷ്യം. സന്തോഷമായിട്ട് സമാനമായിട്ടും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു നിയമ നടപടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ സന്തോഷത്തോടെ. അല്ല, അതൊക്കെ അപ്പോഴത്തെ കാര്യങ്ങളല്ലേ. ഞാൻ അത്രയ്ക്ക് മഹാനെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു സാധാരണക്കാരനാണ്, മഹാനല്ല. ഞാൻ ആരോടും യുദ്ധത്തിന് പോയിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു MLA എന്ന നിലയിലോ ഒരു മന്ത്രി എന്ന നിലയിലോ പൊതുപ്രവർത്തനം ആരോടും നീതി കാണിച്ചിട്ടില്ല ഈ നിമിഷം വരെ എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ പത്തനാപുരം മേഖലയിൽ പല സ്കൂളുകളിലും വലിയ രീതിയിലുള്ള വാഹന പരിശോധനകൾ നടന്നിരുന്നു. അപ്പോൾ പലതരത്തിലാണ് അതിനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അല്ല, അത് നിയമം നടപ്പിലാക്കുമ്പോൾ പലതരം വ്യാഖ്യാനങ്ങൾ വരും. എല്ലാ വാഹനങ്ങളും പരിശോധിക്കാൻ വളരെ കർശനമായ നിലപാടെടുക്കാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിക്കൊണ്ട് എല്ലാ വാഹന അപകടങ്ങളും പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചു വരുത്തി നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാത്തരം പരിശോധനകളും നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പം ഹൈക്കോടതി ഉത്തരവ്, ഒരു ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഈ വാഹനങ്ങളുടെ മുകളിൽ വലിയ പവർ കൂടിയ LED ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ അഡീഷണൽ ലൈറ്റ്. അതെല്ലാം റിമൂവ് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് 2-3 മാസമായി.